പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ശക്തിയാൽ ഇന്ന് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു. കർത്താവെ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ, വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അതിൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ
കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ, അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ, മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഭാര്യഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവരെ, അകന്ന് താമസിക്കുന്നവരെ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ. മാതാപിതാക്കൾ മക്കളിൽ തമ്മിൽ മാനസികമായിട്ട് അകന്ന് പോകുന്നവര്, മക്കൾ ദുർഗതിയിൽപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് ഈശോയെ, അവർ തിരിച്ചു വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു. Lord, increase your spirit. Lord, increase your spirit of power and grace. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിൻ്റെ ദൈവവിളിയാണ്. ഈ ദൈവവിളി തന്നെ രണ്ട് തരമുണ്ട് ദൈവവിളിയെ. ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട്, അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദൈവവിളിയുണ്ട്. പിന്നെന്താണ്? പിതാവ് ആകർഷിക്കുന്ന ദൈവവിളിയുണ്ട്. ഇപ്പം കൃപാസനത്തിൽ ഈ ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഏൽപ്പിച്ച ദൈവവിളിയാണുള്ളത്. അതിന് മുമ്പ് അത് ആകർഷിച്ച ദൈവവിളിയായിരുന്നു. നമുക്ക് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം വരത്തില്ലേ? അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും. അതാണ് ആകർഷണ ദൈവവിളി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർ അവർ സ്വന്തമായിട്ട് തന്നെ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ്, ഞാൻ 1200 പേരെ കൊണ്ട് ഉടമ്പടി ഏൽപ്പിച്ചതെന്ന്. അതെന്താണത്? അത് ആകർഷിച്ചതല്ല, അത് ഏൽപ്പിച്ച പോലെ ചെയ്യണതാണ്. ഇവിടെ ഈ ഉടമ്പടി പുതുക്കി വരുമ്പോൾ ആകർഷണ ദൈവവിളി ദൈവം ഏൽപ്പിച്ച ദൈവവിളിയായിട്ട് മാറി. ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പൊ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഏൽപ്പിച്ചുള്ള പ്രശ്നം ഉള്ളത് അത് മഹത്വപ്പെടുത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം. പൂർത്തിയാക്കുക കഴിഞ്ഞാൽ ആ മിഷൻ പൂർത്തിയാക്കുക എന്നല്ല പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, as far as you are being here, you must show the fidelity. നീ എപ്പോഴാണ് തിരിച്ചു വിളിക്കപ്പെടുന്നത് അതുവരെ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്കാണ് അങ്ങനെ പറയണത്, പൂർത്തിയാക്കണം എന്ന് പറയണത്. അത് മനസ്സിലായില്ലേ? ആ പൂർത്തിയാക്കലിന് ഫിഡലിറ്റി ആയിട്ടാണ് ബന്ധം. നമ്മളൊരു ദൗത്യം വിശ്വസ്തതയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്രയും സമയം അത് പൂർത്തിയാണ്. നിങ്ങളത് കഠിനാധ്വാനത്തോടെ ചെയ്തു, പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത്. പിതാവേ, ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? 3 കണ്ടന്റ് ഉണ്ട്. ഒന്നെന്താണ്? അത് ഒരു ജോലി പൂർത്തിയായെന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്തത നമുക്കുണ്ടാകണം. രണ്ടാമത്തത് എന്താണ്? ആ വിശ്വസ്തതയാണ്. പക്ഷെ ആ ജോലി പകുതി ആയിട്ടുള്ളൂ, പക്ഷെ വിശ്വസ്തതയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയതുപോലെ തുല്യമാണ്. ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഈ മഹത്വം ഉണ്ടാക്കണത് എന്താണ്? വിശ്വസ്തതയാണ്. ഉടമ്പടിയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്, ഫിഡലിറ്റി, ഫെയ്ത്ത് അല്ല. ഇപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന് ഉടനെ ടീച്ചർ നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കണത്, ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ചു തല്ലി ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് ചില പിള്ളേർ ഇങ്ങനെ ടെസ്റ്റ് എടുത്ത് എക്സസൈസ് ബുക്ക് എടുത്ത് എത്ര ഗുഡ് എണ്ണി നോക്കത്തില്ല. എനിക്ക് 12 ഗുഡുണ്ട്. അപ്പോൾ മറ്റവൾ പറയും എനിക്ക് 17 ഗുഡെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഇപ്പം നമ്മളൊരു ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറിനെ കാണത്തില്ല, അന്ന് ടീച്ചർ ആബ്സെൻ്റാണ്. അപ്പോൾ ഈ ക്ലാസ് മൊത്തം അന്ന് ആ കൊച്ചു ആബ്സെൻ്റ് ആയിട്ടിരിക്കും. ക്ലാസ്സിൽ ഉണ്ടാവും, പക്ഷേ ഷീസ് ആബ്സെൻറ്റ്. എന്താ കാര്യം? ഗുഡ് എഴുതി തരാനുള്ള ആ സിസ്റ്റർ, ആ ടീച്ചർ അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടി ഉണ്ട്, പക്ഷെ അവർ ആബ്സെൻറ്റ് മൈൻഡഡ് അങ്ങനെ ഇരിക്കും. ഇതിനകത്ത് വരുന്ന കാര്യം വെച്ചാൽ ആ ടീച്ചർ ഇല്ലെങ്കിലും ഗുഡ് കിട്ടിയില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് ഹബക്കൂക്ക് പറയണത്. ഹബക്കൂക്ക് 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും പൂക്കുന്നില്ലെങ്കിൽ മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും
മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിൽ ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല, ആ ഒരു നന്മ പ്രവൃത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും നിനക്ക് കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മ പ്രവൃത്തി പൂർത്തിയായി. അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി അറേഞ്ച് ചെയ്യണം ഈ രീതിയിൽ. അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയിൽ നിറഞ്ഞ ആസ്തി പദ്ധതി വളരണത്. താങ്ക് യു.